ഹലോ, നമുക്കിന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോയാലോ? ഇന്നെന്താണ് സ്പെഷ്യൽ എന്നറിയാവോ? വേറെ സ്പെഷ്യലൊന്നുമല്ല, മത്തിമുളകിട്ടത് നല്ല എരിവും പുളിയൊക്കെ ചേർത്ത് നല്ല ചുമന്ന കളറിലാക്കി വെച്ച മത്തിമുളകിട്ടതാണേ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ മത്തി കഴുകി വറുക്കാനും കറി വെക്കാനും പിന്നെ അതിൻ്റെ മുട്ടയൊക്കെ മസാലയൊക്കെ പുരട്ടി വച്ചിട്ടുണ്ടേ. അപ്പോൾ അതേ നോക്ക്, ഇത് നമുക്ക് ചതയ്ക്കാനുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ ഈ വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിൽ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് കല്ലിലിട്ട് ചതയ്ക്കുന്നതാണ് നല്ലത്. എനിക്കിവിടെ കല്ലില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് ആയിപ്പോവും. കുറച്ചൊന്ന് ചതയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതെല്ലാം ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, എരിവിനനുസരിച്ചാണ്. ഇതിലിത്തിരി മുളക് പൊടി കൂടുതലാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ വേണം, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായട്ടെ, എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുരുമുളകല്ല കടുകും ഉലുവയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം കേട്ടോ. ഇളക്കിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഒന്ന് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടി നന്നായിട്ട് വഴണ്ട് വരണം. ഇനി നമുക്ക് മുളക് പൊടി ഇച്ചിരി കൂടുതലിടണേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു മണമുണ്ട്, ഒരു പച്ച മണം. അത് നന്നായിട്ടൊന്ന് മാറി നല്ലൊരു മെറൂൺ കളറാവണം. എങ്കിലേ കറിക്ക് നല്ല കളറും ടേസ്റ്റും ഒക്കെ കിട്ടുകയുള്ളേ. വേണമെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം കണ്ടോ. ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയെടുത്ത് അതിനകത്തോട്ടൊഴിച്ച് ഒന്നിളക്കണം. ഇനി കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളേ, ഒരുപാട് വെള്ളം ഇതിന് വേണ്ട. കാര്യം വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാവേ. പിന്നെ ഞാൻ കുറച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കുന്ന വിഭവമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഒരിച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ചട്ടി ചുറ്റിച്ചെടുക്കണേ. എനിക്കിത് ഭയങ്കര ചൂടായതുകൊണ്ടാണ്, എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇളക്കി വാരി എടുക്കുന്നത്. ഇത് ഏകദേശം നമ്മളുടെ മത്തി ഫൈനൽ സ്റ്റേജിലെത്തി. ഇങ്ങനെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയേ. ഇവിടെ എല്ലാത്തിലും കടുക് താളിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഇത്തിരി കടുക് താളിക്കൽ കൂടുതലാണ്. ഇതിലിനി കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടാണ് താളിക്കുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാര്യം നമ്മൾ കടുക് താളിച്ചൊക്കെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓപ്ഷണലാണ്, ആവശ്യക്കാർ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റേജ് കണ്ടോ. ഇതാണ് നമ്മുടെ കറി, നല്ല ചുമന്ന കല്ലാലിരിക്കുന്നത് കണ്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ പറയണം കേട്ടോ. എല്ലാവരും ചെയ്യണതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ.